ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷാന. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് AMH ടെസ്റ്റിനെ പറ്റിയാണ്. AMH എന്ന് വെച്ചാൽ ആൻറ്റി മുള്ളറിൻ ഹോർമോൺ. ഈ ഹോർമോൺ ഓവറിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. അപ്പോൾ ഈ ടെസ്റ്റ് എന്തിനാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒവേറിയൻ റിസർവ് അല്ലെങ്കിൽ അണ്ടാശയത്തിൽ എത്ര ഓവം ബാക്കിയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ ഐഡിയ നമുക്ക് ഇതിലൂടെയാണ് കിട്ടുന്നത്. ഈ ടെസ്റ്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് മെൻസസിൻ്റെ ആദ്യത്തെ ദിവസമോ അവസാനത്തെ ദിവസമോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഇതിൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 2 തൊട്ട് 4 നാനോഗ്രാം വരെയാണ്. 1 തൊട്ട് 2 നാനോഗ്രാം വരെയാണെങ്കിൽ ഇത് ബോർഡർ ലൈൻ ആണെന്ന് പറയാം. 1-ൽ താഴെയാണെങ്കിൽ ഇതിൻ്റെ അളവ് വളരെ കുറവാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ഓരോ ലാബ് അനുസരിച്ച് ചെറിയ വേരിയേഷനൊക്കെ ഉണ്ടാവും. ഇനി അടുത്തതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് നമ്മളുടെ ഏജ് കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഒരു 35 വയസ്സ് കഴിയുമ്പോൾ ഇതിൻ്റെ അളവ് കുറയുകയും അതുകൂടാതെ ഒരു 45-50 വയസ്സാകുമ്പോൾ വളരെയധികം കുറഞ്ഞ് നമുക്ക് ഈ മെനോപോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമം എന്ന് പറയുന്ന കണ്ടീഷനാവുന്നു. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരുപോലെയല്ല. ചിലർക്ക് 25-30 വയസ്സ് ആവുമ്പോൾ തന്നെ ഈ AMHൻ്റെ അളവ് വളരെ കുറവായിട്ടും കാണാറുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞതൊരു ഏകദേശ കണക്കാണ്. ഇനി നിങ്ങൾ ഗർഭധാരണത്തിന് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ AMHൻ്റെ അളവ് വളരെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് റേറ്റ് കുറച്ച് കുറവായിരിക്കും എന്ന് കരുതി 0% ആണ് എന്നല്ല. പിന്നെ PCOD ഉള്ളവരിൽ ഇതിൻ്റെ അളവ് കുറച്ച് കൂടുതലായാണ് കാണപ്പെടുന്നത്. അതുകൂടാതെ തന്നെ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് രീതികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് നമുക്ക് ഈ അണ്ടത്തിൻ്റെ എണ്ണം ഒരിക്കലും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൂട്ടാൻ പറ്റുകയില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അണ്ടത്തിൻ്റെ ക്വാളിറ്റി കൂട്ടുക എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ ഈ അണ്ടം പുറത്തെടുത്ത് ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ച് നിങ്ങൾക്ക് വേണ്ടപ്പോൾ നിങ്ങൾക്ക് ഗർഭധാരണത്തിന് വേണ്ടി ഈ അണ്ടം യൂസ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ AMHനെ പറ്റി എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക.